നീരയെക്കുറിച്ചും നീരയിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണശ്രീ വി ആണ്. മാറുന്ന ജീവിതശൈലി വളരെയധികം അസുഖങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രമേഹം. പഠനങ്ങൾ പറയുന്നത് ഏകദേശം 72 മില്യൺ ആളുകളിൽ പ്രമേഹം, ഹൈപ്പർഗ്ലൈസീമിയ എന്നീ അവസ്ഥകൾ കണ്ടുവരുന്നു എന്നാണ്. മാറുന്ന ഭക്ഷണശീലങ്ങൾ ഇതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം ഈ അവസ്ഥ കൂട്ടുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് ആരോഗ്യകരമായ ഒരു ബദൽ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീരയിൽ നിന്നുമുള്ള മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ സാധ്യതയെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കാർഷിക കോളേജ് പടന്നക്കാട് ഗവേഷണങ്ങൾ നടത്തിവരുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ തെങ്ങിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു പാനീയമാണ് നീര. സംഭരിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് സൂക്ഷിപ്പുകാലം മാത്രമുള്ള ഒരു പാനീയവുമാണിത്. എന്നാൽ നീര വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു ഉൽപ്പന്നമാണ്. 100 മില്ലി നീരയിൽ നിന്ന് 18 ഗ്രാം അന്നജം, 0.28 ഗ്രാം മാംസ്യം എന്നിവ ലഭിക്കുന്നു. ധാതു ലവണങ്ങളുടെ ഒരു കലവറയാണ് നീര. 100 മില്ലി നീരയിൽ ഏകദേശം 100 മില്ലിഗ്രാം പൊട്ടാസ്യം, 15.2 മില്ലിഗ്രാം സോഡിയം, 40 മൈക്രോഗ്രാം സിങ്ക്, 6 മില്ലിഗ്രാം മഗ്നീഷ്യം, 1.8 മില്ലിഗ്രാം കാൽഷ്യം, 0.36 മില്ലിഗ്രാം അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി 16.3 മില്ലിഗ്രാം ആണ് 100 മില്ലി നീരയിൽ അടങ്ങിയിട്ടുള്ളത്. കാർഷിക കോളേജ് പടന്നക്കാടിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഭാഗമായി 2 മാസം കാലം നീര ശീതീകരിച്ച് കേടുകൂടാതെ സൂക്ഷിക്കുവാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയും പേറ്റന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നീര ഒരു സംരംഭമായി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷക കൂട്ടായ്മകൾക്ക് ഈ സാങ്കേതിക വിദ്യ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ലഭ്യമാണ്. നീര ഒരു പാനീയം എന്നതിലുപരിയായി നീരയിൽ നിന്നും മറ്റ് ഉപ ഉൽപ്പന്നങ്ങൾ കൂടെ തയ്യാറാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നീര പഞ്ചസാര, നീര ശർക്കര, സിറപ്പ് എന്നീ ഉൽപ്പന്നങ്ങളും നീരയിൽ നിന്നും തയ്യാറാക്കാവുന്നവയാണ്. നീര ചൂടാക്കി പാവാക്കിയതിനു ശേഷമാണ് ശർക്കര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. എന്നാൽ സംസ്കരിച്ച നീരയാണ് നീര പഞ്ചസാര തയ്യാറാക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇവ സാധാരണ പഞ്ചസാരയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൂലമാണ്. ഇത് കഴിക്കുന്നത് വഴി പല അസുഖങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള കഴിവ് നമുക്ക് വന്നു ചേരുന്നു. നീര ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. ആയതിനാൽ ഇത് പ്രമേഹത്തിൽ കണ്ടുവരുന്ന ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥയെ ഒരു പരിധിവരെ കുറയ്ക്കുവാനായി സഹായിക്കുന്നു. നീര ഒരു സംരംഭമായി ഏറ്റെടുക്കുന്നവർക്ക് നീര പാനീയം എന്നതിലുപരി മറ്റ് ഉൽപ്പന്നങ്ങൾ കൂടെ തയ്യാറാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നീര പുഡിംഗ്. കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എളുപ്പം ചെയ്യാവുന്ന ഒരു ഉൽപ്പന്നമാണ് നീര പുഡിംഗ്. സംരംഭകർക്ക് വലിയ യന്ത്ര സഹായങ്ങളൊന്നും തന്നെ വേണ്ടാതെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാവുന്ന ഒരു ഉൽപ്പന്നമാണ് നീര പുഡിംഗ്. മറ്റ് രാസസംരക്ഷക വസ്തുക്കൾ ഒന്നുമില്ലാതെ തന്നെ 3 മാസം വരെയും ശീതീകരിച്ച് സൂക്ഷിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ്. മധുരത്തിന് വേണ്ടി നീര മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത. നീര സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് നീര കുക്കീസ്. നീര സിറപ്പ് തന്നെയാണ് മധുരത്തിന് വേണ്ടി നീര കുക്കീസിൽ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുള്ളത്. നാര് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ഈ ഉൽപ്പന്നത്തിന് 3 മാസം വരെയാണ് സൂക്ഷിപ്പ് കാലാവധി. 5 ഗ്രാം ഫൈബർ ആണ് 100 ഗ്രാം കുക്കീസിൽ അടങ്ങിയിട്ടുള്ളത്. നാളികേരത്തിൻ്റെ പീരയാണ് ഡയറ്ററി ഫൈബറിനായി ഈ കുക്കീസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നീര സിറപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ഉൽപ്പന്നം നീര സ്പ്രെഡാണ്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ചോക്ലേറ്റ് സ്പ്രെഡിൽ പഞ്ചസാരയാണ് ഒരു പ്രധാന ഘടകമായി വർത്തിക്കുന്നത്. എന്നാൽ കാർഷിക കോളേജിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള നീര സ്പ്രെഡിൽ നീര സിറപ്പാണ് പ്രധാനമായിട്ടുള്ള ചേരുവ. 1 മാസം വരെ ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് നീര സ്പ്രെഡ്. ഇനി നീര സിറപ്പ് ഉപയോഗിച്ച് മറ്റൊരു ഉൽപ്പന്നമാണ് നീര ഹൽവ. പഴവും നീര സിറപ്പും ഉപയോഗിച്ച് ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നീര ഹൽവ.
2 മാസം വരെ സാധാരണ കാലാവസ്ഥയിൽ സൂക്ഷിപ്പുകാലമുള്ള ഒരു ഉൽപ്പന്നമാണ് നീര ഹൽവ. അതുപോലെയുള്ള ഒരു ഉൽപ്പന്നമാണ് കേര ചക്കര സ്വീറ്റ് ബോൾസ്. നീര സിറപ്പും വറുത്ത അരിപ്പൊടിയും നാളികേരവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് കേര ചക്കര സ്വീറ്റ് ബോൾസ്. ഈ ഉൽപ്പന്നം 3 ദിവസം വരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെയും FSSAI നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഷെൽഫ് ലൈഫ് സ്റ്റഡി, പാക്കേജിംഗ് മെറ്റീരിയൽ എന്നിവയെല്ലാം തന്നെ FSSAI മാനദണ്ഡം അനുസരിച്ച് ചെയ്തിട്ടുള്ളവയായതിനാൽ സംരംഭകർക്കും കർഷക കൂട്ടായ്മകൾക്കും ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കാർഷിക കോളേജ് പഠനക്കാടുമായും കേരള കാർഷിക സർവകലാശാലയോ ബന്ധപ്പെടാവുന്നതാണ്.